ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. 2006 മെയ് മാസത്തിലാണ് കൊലപാതകം നടന്നത്. ബിന്ദുവിനെ കൊന്ന് കഷണങ്ങളാക്കി പള്ളിപ്പുറത്തെ വീടിന്റെ പല ഭാഗങ്ങളിലായി കുഴിച്ചിട്ടു. പഴകിയെന്നുറപ്പാക്കിയ ശേഷം എല്ലുകൾ കത്തിച്ചു. ബിന്ദുവിന് പണം തട്ടിയെടുക്കാനായിരുന്നു ഈ കൊലപാതകം എന്നാണ് സെബാസ്റ്റ്യന്റെ മൊഴി. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ, ഇതിപ്പോൾ 2006 നടന്ന ഒരു സംഭവമാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. മൊഴി ഇത്തരത്തിലാണ് സെബാസ്റ്റ്യൻ നൽകിയിരിക്കുന്നത്. ഒറ്റയ്ക്കാണ് ഈ കൃത്യം നൽകിയതെന്നടക്കമുള്ള മൊഴി അത് പൂർണ്ണമായും മുഖവിലക്കെടുക്കുന്നുണ്ടോ അന്വേഷണ സംഘം? വർഷങ്ങൾ മുന്നേ നടന്ന ഒരു കൊലപാതകമാണ്. അതിൽ ഈ ജയനുമ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിനിടെയാണ് ബിന്ദു പത്മനാഭനെയും താൻ തന്നെയാണ് കൊന്നത് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ സെബാസ്റ്റ്യൻ ഈ മൊഴി ചോദ്യം ചെയ്യലിനിടെ നൽകുന്നത്. അതിന് പിന്നാലെയാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിൽ നിർണായകമായ പല വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ ഒരു തെളിവെടുപ്പ് സെബാസ്റ്റ്യനുമായി നടത്തിയത്. ഇപ്പോഴും ആ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെളിവെടുപ്പിനിടെയും ഒപ്പം ഈ ചോദ്യം ചെയ്യലിലുമൊക്കെ സെബാസ്റ്റ്യൻ പുറത്തേക്ക് വിട്ട ചില വിവരങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തുവരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പുറത്തുവരുന്ന ഒരു വിവരം 2006 തന്നെ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ശരീരാവശിഷ്ടങ്ങൾ പല കഷ്ണങ്ങളാക്കി മുറിച്ച് പള്ളിപ്പുറത്തെ വീട്ടിൽ തന്നെ കുഴിച്ചിട്ടു. അത് പഴകി എന്നുറപ്പാക്കിയ ശേഷം ആ അവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് അത് എല്ലുകളായി എന്നുറപ്പിച്ച ശേഷമാണ് അത് പുറത്തെടുക്കുന്നത്. അതിനുശേഷം അത് കത്തിച്ച ശേഷം പല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉപേക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിൽ കുടകടക്കമുള്ള സംസ്ഥാനത്തിന് പുറത്തുള്ള സ്ഥലങ്ങളും ഇയാൾ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചു എന്ന സംശയത്തിന് നിഴലിലുണ്ട്. ഇന്ന് തണ്ണീർമുക്കത്ത് ഒരു പരിശോധന നടത്തുന്നുണ്ട്, തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. അത് ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട തണ്ണീർമുക്കത്തേക്ക് പോകുന്നതിന്റെ പ്രധാന കാരണം ഈ മൃതദേഹാവശിഷ്ടങ്ങൾ തണ്ണീർമുക്കത്തേക്ക് കൂടി കൊണ്ടുപോയി അവിടെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സെബാസ്റ്റ്യനുമായുള്ള തെളിവെടുപ്പ് അകത്ത് വീട്ടിനുള്ളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് സെബാസ്റ്റ്യനെ പുറത്തേക്ക് ഇറക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഈ വീട്ടിൽ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഈ തണ്ണീർമുക്കം ബണ്ടിന് സമീപത്തുള്ള പ്രദേശത്തേക്കാണ്. അവിടെ ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ, അതായത് പള്ളിപ്പുറത്തെ വീട്ടിൽ കുഴിച്ചിട്ട് അത് ഇതാ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് സെബാസ്റ്റ്യനെ കാണാം. സെബാസ്റ്റ്യൻ പുറകിൽ ഇരിക്കുന്നത് നമുക്ക് കാണാനാവുന്നുണ്ട്. ഇനി തണ്ണീർമുക്കത്തേക്കാണ് സെബാസ്റ്റ്യനുമായി ഈ തെളിവെടുപ്പിന് അന്വേഷണ സംഘം പോകുന്നത്. അതായത് പ്രജൻ വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി മൃതദേഹാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചു. കൂടുതൽ തെളിവുകൾക്കായുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഇപ്പോൾ സെബാസ്റ്റ്യനെ കൊണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് തെളിവെടുക്കാനായെന്നാണ് ഇപ്പോൾ അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.